പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള കൃഷിയെക്കുറിച്ച് റൈഡിംഗ് റിപ്പോർട്ടർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിന് ഒത്ത നടുവിൽ VIP ഏരിയയിൽ ഒരു കൃഷിസ്ഥലമുണ്ട്. വലിയ സുരക്ഷയ്ക്ക് നടുവിൽ ആ കൃഷി പരിപാലിക്കുന്നതും ഒരു VIP തന്നെയാണ്. ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ ഷഫീദ് റാവത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ആ പറഞ്ഞ VIP കൃഷിയിടം. അതായത് കൃഷിമന്ത്രി P. പ്രസാദിൻ്റെ വീട്. ലിൻഡർസ്റ്റാൻ എന്നാണ് ആ വീടിൻ്റെ പേര്. ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലാണ് ആ വീടും കൃഷിയിടവും ഒക്കെ ഉള്ളത്. നമുക്കിനി ആ കാഴ്ചയിലേക്കൊന്ന് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കൃഷിയിടമുള്ളത് ഇവിടെയാണ്. ഇവിടെ നമ്മളെ കാത്ത് ഒരു അതിഥിയുണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ കൃഷിമന്ത്രി P. പ്രസാദാണ്. മിസ്റ്റർ നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഞങ്ങൾ ഒരു നാട്ടുകാർ കൂടിയാണ്, ആലപ്പുഴക്കാർ കൂടിയാണ്. ഞങ്ങൾക്ക് കൃഷിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി കമ്പം കൂടുതലാണ്. മിസ്റ്റർ എവിടെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കൃഷിയുടെ ഉള്ളത്? കോവലൊക്കെ അവിടെ നട്ടിട്ടുണ്ട്, പിന്നെ വെണ്ട ഇവിടെ ഉണ്ട്, പിന്നെ പയറും സലാഡിൻ്റെ വളരെയും സാധാരണ വളരെയും എല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ആലപ്പുഴയിൽ നമ്മുടെ നാട്ടിലൊക്കെ കുറേ അധികം സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്ഥലപരിമിതി ഈ സ്ഥലം ഉണ്ടെങ്കിലും പക്ഷേ നമുക്ക് നല്ല മരങ്ങൾ നിൽക്കുന്നുണ്ട്. അതെ അതെ. ഈ മരങ്ങൾ നിൽക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പക്ഷെ അതപ്പോൾ അന്നേരം ഈ കൃഷിക്കത് പ്രശ്നമാണ്. കോവൽ കുറച്ച് ഇട്ടിരിക്കുന്ന ഇവിടെയാണ്. പച്ചക്ക് കഴിക്കാം കേട്ടോ, പച്ചക്ക് കഴിക്കാം. പിന്നെ തിന്നോ, പേടിക്കുന്നതിനാണ്. അപ്പം കൃഷിമന്ത്രി തന്ന കോവലാണിത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സാധാരണ നമ്മൾ ഈ വിഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അത് നമുക്ക് വളരെ ധൈര്യപൂർവ്വം പച്ചക്കെടുത്ത് കഴിക്കാം എന്നുള്ളതാണ്. മിസ്റ്റർ, അപ്പോൾ നമ്മളിത് എങ്ങനെ ഇത് കെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ഒരു കെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? മിനിസ്റ്റർ വലിയ തിരക്കാണ്, വലിയ ഇതല്ല. പിന്നെ ഇവിടെ ഉള്ള നമ്മുടെ ഇവരെല്ലാം നോക്കും. ഒരുപാട് വലിയ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഒരു കുളമുണ്ട്, ഒരു പടുതാക്കുളമുണ്ട് മീനിൻ്റെ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഈ വലിയ മരം നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ഇല മൊത്തം അങ്ങോട്ടാണ് അതിനകത്തേക്ക് വീഴുകയാണ്. വരാലൊക്കെ ഇട്ടിരുന്നു, നല്ല വരാലുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളിപ്പം ഇനിയും തിലോപ്പിയായും വരാലും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ ഈ ഇലയെല്ലാം മാറ്റിയിട്ട് ആ നെറ്റുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഇട്ട നെറ്റാണ്. ആ നെറ്റ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതാക്കിയിട്ട് ഇല വീഴടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. ഇപ്പോൾ നമ്മൾ പരമാവധി കൃഷി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഈ പച്ചക്കറിയൊക്കെ കഴിച്ച് വലിയ രോഗങ്ങളൊക്കെയാണ്. അപ്പോൾ മിനിസ്റ്റർ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ വീടിനകത്ത് ഉള്ള സ്ഥലത്തൊരു കൃഷി, പക്ഷേ അതൊരു വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. അവിടെ നമുക്ക് അല്പം മണ്ണുണ്ടെങ്കിൽ, ഇപ്പം മണ്ണ് തന്നെ വേണമെന്നില്ല, പുതിയ തരത്തിലുള്ള കൃഷികൾക്ക് അതിൻ്റെ ആവശ്യം ഇല്ലെന്നാണ് സയൻറ്റിഫിക് ഒരുപാട്. നമ്മൾ മുറിക്കകത്ത് തന്നെ ലീഫി വെജിറ്റബിൾസ് ധാരാളമായി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ട്. പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്ന ഒരു ഇനമാണിത്. വളരെ നല്ലതാണ്. പിന്നെ കണ്ണിൻ്റെ കാഴ്ചക്ക് വളരെയധികം ഗുണം ചെയ്യും. നമ്മൾ ഈ സലാഡ് വെള്ളരിയൊക്കെ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെ അധികം കൃഷി കണ്ടിട്ടുണ്ട്. സാധാരണ ചെറിയ രീതിയിൽ കണ്ടിട്ടില്ല. അതൊരു വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ സലാഡ് ഇവിടെ ഞങ്ങൾക്ക് വെണ്ട വരും, പിന്നെ സലാഡ് വെള്ളരി വരും, പയർ വരും. ഈ ICMRൻ്റെ ഒക്കെ പഠനം പറയുന്നത് ഒരു ദിവസം കൊണ്ട് 400 ഗ്രാം ഇതെല്ലാം കഴിക്കണമെന്നാണ്. പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം 400 ഗ്രാം കഴിക്കണമെന്നാണ്. പക്ഷെ മലയാളം ഇത് കഴിക്കുന്നില്ല. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ ഈ മഴ ഒരു വലിയ വെല്ലുവിളിയാണല്ലോ അല്ലേ? മഴ ചിലത് ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് തുടങ്ങി വരുന്നതിന് മുമ്പ് വലിയ മഴ പെയ്താൽ വലിയ പ്രയാസമാവും. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, അതിന് നമുക്ക് നിന്നോളും, അതിനും കയറി വന്നോളും, കുഴപ്പമില്ല. വലിയ ഇതായിരുന്നാൽ മാത്രം മതിയാകും. നമ്മൾ ഈ സാധാരണ ഈ കാലം എന്ന് പറയുന്നത് ഈ കർഷകർക്ക് ഭയങ്കര ആശങ്കയാണ്. പ്രത്യേകിച്ച് ഈ മഴ കാര്യം ഇപ്പം സത്യമാണ്. കാലം തെറ്റി വരുന്നു. ഞാനേ ഇടുക്കിയിൽ പോയി, ഞാനും ശ്രീ റോഷി അഗസ്റ്റിനും കൂടി ഇടുക്കിയിൽ പോയിട്ട് ഏലമെല്ലാം അവിടെ കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. റിപ്പോർട്ട് തയ്യാറാക്കി ഞങ്ങൾ മുഖ്യമന്ത്രി ഞാൻ കൂടെ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഓഫീസിൽ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട്, എനിക്ക് 24 തന്നെയാണ്, കളമശ്ശേരിയിൽ മേഘസ്ഫോടനം, ഭയങ്കര മഴ. ഞാനിങ്ങനെ കളമശ്ശേരിയിൽ ഒരു മഴയായി. ഇനി അവിടത്തേക്ക് മാത്രമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ദിവസം ആയപ്പോഴേക്കും എല്ലായിടത്തും. ഇപ്പം തന്നെ നമ്മൾ വളരെ അപ്രതീക്ഷിതമാണ് ഈ മഴ. ഒരു ചെറിയ മൂടിക്കെട്ടിയ അന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മളിങ്ങനെ പ്രതീക്ഷിക്കില്ല മഴ. അതെ, വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ട്. നമ്മളിപ്പം അതുകൊണ്ട് തന്നെ ഈ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂടും. അപ്പം ഇത് പിന്നെ നമുക്ക് അതുകൊണ്ട് ഈ കാലാവസ്ഥയുടെ ഇത്തരം പ്രശ്നങ്ങളെ അല്ലെ വിലക്കയറ്റം കാണുമ്പോൾ ഉള്ള കാര്യങ്ങളെ നമ്മൾ പിന്നെ അഡ്രസ്സ് ചെയ്യണം. നമുക്ക് പറ്റും, നമുക്ക് പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. വലിയ വിലക്കയറ്റമൊന്നും പച്ചക്കറിയുടെ കാര്യത്തിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഞങ്ങളൊന്ന് ഇറങ്ങിയാൽ ഇത് മറ്റേ വലിയ വെള്ളരിക്ക. ഇത് ആദ്യത്തെയാണോ അതോ മുൻപ് ഉണ്ടായിരുന്നു? നമ്മൾ അങ്ങേ സൈഡിൽ കുറച്ച് പിന്നെ ആ മഴയുടെ കണ്ട അതുപോലെ ചേനയും ചേമ്പും എല്ലാം നടക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇവിടുന്ന്
എടുക്കാം. അടുക്കളയ്ക്കുള്ളതെല്ലാം ഇവിടുന്നുണ്ട്, ഏറെക്കുറയല്ല കിട്ടുന്നുണ്ട്. ഒരു 90% കൂടുതൽ ഞങ്ങൾ ഇവിടുന്ന് എടുക്കാറുണ്ട്. കേരളത്തിന്റെ കൃഷിമന്ത്രി മാതൃകയാകുന്ന ഇങ്ങനെ കൂടിയാണ്. ഒത്തിരി പേരുണ്ട്, ഞാനൊന്നും അല്ല മാതൃക. അതെ, അത് ചുമ്മാ നമുക്ക് വെറുതെ പറയണം. ഞാനൊന്നല്ല ഇക്കാര്യത്തിനകത്ത് ഞാൻ പലരെയും മാതൃകയാക്കുന്നതാണ്. ഞങ്ങൾ ഇവിടെ കുറച്ച് ഈ പാഷൻ ഫ്രൂട്ട് കേട്ടോ. പാഷൻ ഫ്രൂട്ട് അത് പക്ഷേ കാര്യമായിട്ടുണ്ടല്ലേ പാഷൻ ഫ്രൂട്ട്? നല്ല ഗുണമുള്ള സാധനമാണ്. അതെ അതെ അതെ. അത് പക്ഷേ റംബൂട്ടാനുണ്ടല്ലേ? റംബൂട്ടാനുണ്ട്. റംബൂട്ടാൻ ഇപ്പോൾ വ്യാപകമായിട്ടേ നമ്മൾ ഈ ഇതൊക്കെ ഞാൻ വെച്ചാൽ മിക്സ് വന്നിട്ട് വെച്ചാ. ഇപ്പോൾ കോവൽ കഴിഞ്ഞു, ഇനി അടുത്ത റംബൂട്ടാനാണ്. ഇതെല്ലാം ജൈവമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നും നമ്മൾ വേറെ ഇതാക്കിയിട്ടില്ല. മധുരമുണ്ട് മിക്സ്, നല്ല മധുരമുണ്ട്. നമ്മൾ ഇറങ്ങുന്നു, ചോളം നട്ട് നോക്കാം എന്ന് ഒരാളുടെ ഒരാശയം. എൻ്റെ ആശയം എന്നല്ല കേട്ടോ, ഈ ചോളം നട്ട് നോക്കിയത്. അപ്പോൾ ചോളം നമുക്ക് കഴിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെറുതെ പുല്ല് പിടിച്ചു കിടക്കും, നിരത്തേക്ക് എത്തും. പലതും വേറൊന്നും വെക്കാൻ ഒക്കത്തുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളിവിടെ ഈ ചോളം നട്ടതാണ്. ചോളം സാധാരണ നമ്മളങ്ങനെ കാണുന്നൊരു കാഴ്ചയല്ല കേട്ടോ. നല്ലോണം ഉണ്ടായി വരുന്നുണ്ട്, നല്ലോണം ഉണ്ടായി വരുന്നുണ്ട്, നല്ലോണം ഉണ്ടായി വരുന്നുണ്ട്. ഇതാ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതാണ് സംസ്ഥാന കൃഷിമന്ത്രിയുടെ കൃഷി വിശേഷങ്ങൾ. ഞാൻ കണ്ട് ശീലിച്ചൊരു പ്രസാദേട്ടനുണ്ട്. ആ പ്രസാദേട്ടൻ തന്നെയാണ് മന്ത്രിയായി, കൃഷിമന്ത്രിയായി ഇതാ ഇവിടേക്ക്. നമ്മൾ ഈ പുറമേ നിന്ന് പ്രസാദേട്ടൻ തന്നെ പറഞ്ഞു വലിയ കെട്ടിട സമുച്ചയം, പക്ഷേ അവിടെയും കാര്യമായ സ്പേസിൽ ഒരു മാതൃകാപരമായ കൃഷി അതൊരുക്കാൻ പ്രസാദേട്ടന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു സന്തോഷകരമായ കാഴ്ച കൂടിയാണ്. ഇത്രയും വലിയ തിരക്കിനിടയിൽ ഇത്രയധികം സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസാദേട്ടൻ ഞാൻ അങ്ങോട്ടേക്ക്. നല്ല മഴയും കൂടിയാണ്, അതും ഗംഭീരമായി. കൃഷിമന്ത്രിയുടെ വീട്ടിലെ കൃഷിവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത തവണ വരുമ്പോൾ ഇതിലും ഗംഭീരമായിട്ടുള്ള കൃഷിക്കാഴ്ചകൾ ഉണ്ടാകുമെന്ന് മന്ത്രി പി പ്രസാദ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ക്യാമറമാൻ സിറിലിനും ജിതിനുമൊപ്പം ഷെഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.